കണ്ണൂർ സീറ്റിൽ ഉറച്ചു നിൽക്കുന്ന കെ സുധാകരന്റെ നിർണായക നീക്കം. അനുകൂല നിലപാടുള്ള പ്രധാന നേതാക്കളുടെ യോഗം വിളിക്കാനാണ് തീരുമാനം. ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ യോഗം വിളിക്കും. നിഖിലെ, ഇപ്പം കുറച്ചു മുൻപ് നിഖിൽ പറഞ്ഞതുപോലെ സുധാകരന്റെ നീക്കം എന്ത് എന്നുള്ളതിന് ഒരു ഉത്തരമാകുന്നുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലടക്കം സുധാകരന് വേണ്ടിയുള്ള പോസ്റ്ററുകളൊക്കെയും കണ്ണൂരിൽ മാത്രമല്ല ഇങ്ങ് പറവൂരിലടക്കം പ്രത്യക്ഷപ്പെട്ടിരുന്നു. വി ഡി സതീശന്റെ വീടിന് സമീപത്തടക്കം വരെ ആ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതാണ്. അപ്പൊ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പെടുത്തിരിക്കെ കുറച്ച് സങ്കീർണമാക്കുകയാണോ സുധാകരൻ? സേതു, ഏതായാലും അത്തരം നീക്കങ്ങളിലേക്ക് കെ സുധാകരൻ കടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നൊരു ദിവസം കൂടി ഈ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമോ എന്ന് കെ സുധാകരൻ കാത്തിരിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്ന് ഇതുവരെ ഡൽഹിയിലേക്കുള്ള യാത്ര വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നതിന്റെ കാരണം ദേശീയ നേതാക്കൾ ആരും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഇങ്ങോട്ട് ആരെങ്കിലും ബന്ധപ്പെടാതെ, അതായത് ദേശീയ നേതൃത്വത്തിൽ നിന്ന് ആരെങ്കിലും ബന്ധപ്പെടാതെ ഒരനുനയ നീക്കത്തിനും ഇല്ല എന്നുള്ളതാണ് കെ സുധാകരനുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. മാത്രമല്ല, ഇനി അനുനയ നീക്കം എന്ന രീതിയിൽ പോയാൽ പോലും തനിക്ക് സീറ്റ് നൽകുമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രം ഡൽഹിയിലേക്കുള്ള യാത്ര എന്നൊരു നിലപാടിലാണ് കെ സുധാകരൻ ഉള്ളത് എന്നും മനസ്സിലാക്കുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഏതായാലും കണ്ണൂർ ജില്ലയിലെ കെ സുധാകരൻ അനുകൂലികളായ പ്രധാന നേതാക്കളുടെ ഒരു യോഗം വിളിച്ചു ചേർക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ ചില ആലോചനകൾ നടക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഇന്നത്തെ ഒരു ദിവസം കാത്തിരിക്കുന്നു. അതിൽ അനുകൂലമായ ഒരു നടപടിയും ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉണ്ടാകുന്നില്ല എങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ ഇത് സംബന്ധിച്ച നീക്കങ്ങൾ വളരെ വേഗത്തിൽ നടക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. കെ സുധാകരൻ ആ നിലയ്ക്ക് കൂടി നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഈ നേരിയ സാധ്യതയായിട്ടാണെങ്കിൽ പോലും കോൺഗ്രസ് സീറ്റ് നൽകില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ കെ സുധാകരൻ മത്സരിക്കുമെന്നൊരു നിലപാടിൽ നിൽക്കുകയാണ് എങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന സാധ്യത പോലും തള്ളിക്കളയാനാവില്ല. കെ സുധാകരൻ ഒരുപക്ഷെ ഇത്തരത്തിൽ തന്നെ അനുകൂലിക്കുന്ന നേതാക്കളുടെ യോഗം വിളിച്ചു ചേർക്കാനൊക്കെ നീക്കം നടത്തുമ്പോൾ അതിൻ്റെ സാധ്യത കുറച്ചുകൂടി കൂടുതലാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൽ ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ട കാര്യം ആരൊക്കെ കെ സുധാകരനൊപ്പം ഇനി ഉണ്ടാകും എന്നുള്ളത് ശ്രദ്ധേയമാണ്. നേരത്തെ നമ്മൾ കണ്ടത് ഈ വിവാദങ്ങൾ തുടങ്ങുന്ന സമയത്ത് റിജിൽ മാക്കുറ്റിയും അമൃത രാമകൃഷ്ണനും ഒപ്പം തന്നെ KSU നേതാവ് മുഹമ്മദ് ഷമ്മാസും ഒപ്പം തന്നെ DCC ഭാരവാഹിയായ KP സാജുവും ഒക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകളും അദ്ദേഹത്തെ കാണാൻ എത്തുന്നുണ്ടായിരുന്നു. പക്ഷേ കെ സുധാകരൻ ഇങ്ങനെ ഒരു യോഗം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചാൽ അദ്ദേഹത്തോടൊപ്പം നിലവിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഈ കെ സുധാകരൻ ഇത്തരത്തിൽ മത്സരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഇത്തവണ കെ സുധാകരൻ മാറി നിൽക്കണം, അങ്ങനെ വാശി പിടിച്ച് മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടെടുക്കുന്ന കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഉണ്ട്. അങ്ങനെ UDF-നെയും കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടിയായി തുടരുകയാണ് സുധാകരന്റെ കാര്യം.